അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇദ്ദേഹം ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് വെച്ചാൽ നമുക്ക് പൊതുവേ ഒരു സങ്കല്പമുണ്ടല്ലോ. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നമായ രാഷ്ട്രം, ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാഷ്ട്രം, അത്തരം ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് എന്ന പദവിയിലിരിക്കുന്നയാൾ ആ ഒരു ഗൗരവത്തിൽ, ആ ഉത്തരവാദിത്ത ബോധത്തിൽ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് നമ്മളുടെ ഒരു പൊതുധാരണ. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പദവിയിലെത്തിയ ശേഷം ഈ ധാരണകളെല്ലാം അസ്ഥാനത്താണ് എന്ന തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ, ഒന്നല്ല പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്ന വീഡിയോ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു AI ജനറേറ്റഡ് വീഡിയോയാണ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വീഡിയോ, അതായത് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിക്കുന്ന വീഡിയോ, ഒരു വ്യാജ വീഡിയോ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഈ ഒരു വ്യാജ വീഡിയോ ചിത്രീകരിച്ച് തൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതായത് ട്രൂത്ത് സോഷ്യൽ എന്ന തൻ്റെ പേജിൽ അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എന്നാൽ ഇത് ഒരു വ്യാജ വീഡിയോയാണെന്നോ AI ജനറേറ്റഡ് വീഡിയോ ആണോ എന്നുള്ള യാതൊന്നും തന്നെ തൻ്റെ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുരുതര സ്വഭാവമുള്ള സംഗതി. അതായത് ബരാക് ഒബാമ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും ജനപ്രിയരായ പ്രസിഡന്റുമാരിൽ ഏറ്റവും ഒടുവിൽ വന്ന ആളാണ് ബരാക് ഒബാമ. എനിക്ക് തോന്നുന്നു ട്രംപിന് പോലും, അല്ലെങ്കിൽ തൊട്ടു മുമ്പത്തെ പ്രസിഡന്റ് ജോ ബൈഡന് പോലും ബരാക് ഒബാമയുടെ ജനപ്രീതിയോട് കിടപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ബരാക് ഒബാമ തുടർച്ചയായി 2 തവണ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഹിലാരി ക്ലിൻ്റനെ പിന്തുണച്ചുകൊണ്ട് അവരുടെ പ്രചരണ രംഗത്തും സജീവമായിരുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ 2016 തെരഞ്ഞെടുപ്പിൽ ട്രംപിന് അനുകൂലമായ ജനവിധി വന്നു. അങ്ങനെ ട്രംപ് ആദ്യ തവണ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അന്നു മുതൽ ഇന്നു വരെ, അതായത് ഇപ്പോൾ 2ാമത് തവണയാണ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ട്രംപ് നടത്തിയിട്ടുള്ള വിവിധങ്ങളായ പ്രസ്താവനകൾ, നടപടികൾ, ഇതേപോലെയുള്ള വീഡിയോ പ്രചരിപ്പിക്കൽ അടക്കമുള്ള സംഗതികൾ അദ്ദേഹത്തിൻ്റെ മനോനിലയെക്കുറിച്ച് പോലും സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് വന്നിട്ടുള്ളത്. ഈ AI വീഡിയോയിൽ ആദ്യം കാണുന്നത് ജോ ബൈഡൻ്റെ 2016 ജോ ബൈഡൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബരാക് ഒബാമ സംസാരിക്കുന്ന ഒരു വീഡിയോയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആരും നിയമത്തിന് അതീതരല്ല, പ്രസിഡന്റ് പോലും എന്നുള്ളതാണ് ബരാക് ഒബാമ പറയുന്നത്. എന്നാൽ പിന്നീട് ഓവലിലെ, അതായത് പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക ഓഫീസ്, ഓവലിലെ ഓഫീസ് എന്നത് അറിയപ്പെടുക, ആ ഓവലിലെ ഓഫീസിൽ ട്രംപും ബരാക് ഒബാമയും അടുത്തടുത്തിരിക്കുന്നു. അവിടെ വീണ്ടും ഒരു ക്യാപ്ഷൻ വരികയാണ്. അതായത് ചില രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന ദൃശ്യങ്ങളും അതിലുണ്ട്. അതായത് ആരും നിയമത്തിന് അതീതരല്ല എന്ന് ചില രാഷ്ട്രീയ നേതാക്കൾ പറയും. അതിനുശേഷം കാണിക്കുന്നത് ട്രംപിനെയും ബരാക് ഒബാമയുമാണ്. അവിടെ 2 FBI ഉദ്യോഗസ്ഥർ, അതായത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആണ് FBI, അതിലെ ഉദ്യോഗസ്ഥർ വന്ന് ബരാക് ഒബാമയെ വിലങ്ങണിയിച്ചു കൊണ്ടുപോകുന്നു. പിന്നീടുള്ള ദൃശ്യത്തിൽ കാണുന്നത് അദ്ദേഹം ജയിൽ യൂണിഫോം, അതായത് അമേരിക്കയിലെ തടവുകാരെ ഓറഞ്ച് നിറത്തിലുള്ള ജയിൽ യൂണിഫോം ധരിപ്പിച്ചാണ് ജയിലുകളിൽ പാർപ്പിക്കാറ്. അത്തരത്തിൽ യൂണിഫോം ധരിച്ച് നിൽക്കുന്ന ബരാക് ഒബാമയുടെ ദൃശ്യമാണ് ആ വീഡിയോയിലുള്ളത്. അതായത് ബരാക് ഒബാമ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അമേരിക്കയിലെ ഏറ്റവും ജനപ്രിയരായ പ്രസിഡന്റുമാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ പോലെ ബഹുമതി അർഹിക്കുന്ന ഒരു നേതാവിനെ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നതിലൂടെ വാസ്തവത്തിൽ ട്രംപ് ബരാക് ഒബാമയെ മാത്രമല്ല ആ രാജ്യത്തെ ഒന്നാകെ അപമാനിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിൽ തുടർച്ചയായി 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രീതിയുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു ബരാക് ഒബാമ. ഇന്ത്യയിൽ പോലും അദ്ദേഹത്തിന് ധാരാളം ആരാധകർ അക്കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ജനസമ്മതിയുള്ള ഒരു നേതാവിനെ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ, കാരണം ബരാക് ഒബാമ ഒരു ഡെമോക്രാറ്റാണ്, ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ വക്രീകരിച്ച് ചിത്രീകരിക്കുന്നത് അതീവ ദയനീയമെന്നേ പറയാനുള്ളൂ.
അതേസമയം തന്നെ ബരാക് ഒബാമയ്ക്കെതിരെ കടുത്ത ഒരു രാഷ്ട്രീയ ആരോപണവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതും നമ്മൾ ഈ കൂട്ടത്തിൽ പറയണമല്ലോ. കാരണം 2016 തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ട്രംപാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഹിലാരി ക്ലിൻ്റനെ പരാജയപ്പെടുത്തി ട്രംപാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടൊരു ആരോപണം വന്നിരുന്നു. കാരണം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടു എന്ന തരത്തിൽ ഗുരുതരമായ ആരോപണം വന്നു. അതായത് ട്രംപിൻ്റെ സ്വാധീനത്താൽ വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്നുള്ളതാണ് വാർത്തകൾ വന്നത്. അതുമായി ബന്ധപ്പെട്ട് ആരോപണം ഗുരുതര സ്വഭാവമുള്ളതായതുകൊണ്ട് തന്നെ ട്രംപിന് ഇംപീച്ച്മെൻറ്റ് നടപടികളടക്കം നേരിട്ട് വന്നു. എന്നാൽ ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് ഈ റഷ്യൻ ഇടപെടൽ സംബന്ധിച്ചുള്ള ആരോപണം അത് കെട്ടിച്ചമച്ചതാണെന്നും അതിന് ഇടപെട്ടത് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ബരാക് ഒബാമയാണെന്നും തരത്തിലുള്ള ചില ആരോപണം വരുന്നു. അതായത് അമേരിക്കയുടെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ്, അതായത് രഹസ്യാന്വേഷണ വിഭാഗം മേധാവി തുൾസി ഗബാർഡ്, അവർ ഇക്കാര്യത്തിൽ ബരാക് ഒബാമയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഒബാമയ്ക്കെതിരെയുള്ള തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട്, അത് പുറത്തുവിടും എന്ന തരത്തിലുള്ളതാണ്. പക്ഷേ ഇതും ഒരു രാഷ്ട്രീയ ആരോപണമാണെന്ന് സംശയിക്കാം. കാരണം ഈ തുൾസി ഗബാർഡ് എന്ന് പറയുന്നയാൾ ട്രംപിൻ്റെ നോമിനിയാണ്, ഒരു റിപ്പബ്ലിക്കനാണ്. അതുകൊണ്ട് തന്നെ ബരാക് ഒബാമയ്ക്കെതിരെയുള്ള ആരോപണവും ഒരു പക്ഷേ രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിലും വിശേഷിപ്പിക്കാൻ പറ്റുക. ഈ ട്രംപിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ അതായത് ഒരു ഉത്തരവാദിത്തമില്ലാതെ ഇത്തരത്തിൽ വീഡിയോകൾ, ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതായത് മാർപ്പാപ്പയുടെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ട്രംപ് എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ട്രംപ് നടത്തിയ പ്രതികരണം എനിക്ക് മാർപ്പാപ്പയാകാൻ ആഗ്രഹമുണ്ട് എന്ന തരത്തിലാണ്. തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതേപോലെ ഒരു AI കൊണ്ട് നിർമ്മിതമായ ഒരു ട്രംപിൻ്റെ മാർപ്പാപ്പയുടെ രൂപത്തിലുള്ള ട്രംപിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഇതും മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അതായത് മാർപ്പാപ്പയെ പോലുള്ള ഉന്നത പദവി വഹിക്കുന്ന അല്ലെങ്കിൽ ആരാധ്യതയുള്ള ഒരു പദവി വഹിക്കുന്നയാളെ ട്രംപ് താനുമായി സാദൃശ്യപ്പെടുത്തി അപമാനിക്കുകയാണെന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ വന്നു. എന്നാൽ ഇതും അദ്ദേഹം ചിരിച്ചു തള്ളിയതല്ലാണ്ട് ആ ചിത്രം പിൻവലിക്കാനോ ആ കാര്യത്തിലൊരു ഖേദപ്രകടനം നടത്താനോ തയ്യാറായില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ട്രംപിൻ്റെ മാനസിക നില പരിശോധിക്കപ്പെടേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അമേരിക്ക എന്ന് പറയുന്നത് വളരെ സൈനികമായും സാമ്പത്തികമായും അതീവ ശക്തിയുള്ള രാഷ്ട്രമാണ്. അതുകൊണ്ട് അമേരിക്ക സ്വീകരിക്കുന്ന നയങ്ങൾ ലോകത്തെമ്പാടും വലിയ തരത്തിലുള്ള പ്രതിഫലനമുണ്ടാക്കും. എന്നാൽ വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ നയങ്ങൾ രൂപീകരിക്കുന്ന നിലയിലേക്ക് ട്രംപ് എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. ഉദാഹരണമായി പറഞ്ഞാൽ ബ്രസീലിൻ്റെ മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോയും ട്രംപുമായിട്ട് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടത്തിയതിൻ്റെ പേരിൽ ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ട്രംപിന് വളരെ പ്രിയപ്പെട്ട ആളാണ്, അയാളെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രസീലിനെതിരെ 50% നികുതി ഭാരം പ്രഖ്യാപിക്കുകയാണ് ട്രംപ്. അപ്പോൾ ഇത്തരത്തിൽ വികലമായ നയം പിന്തുടരുക, ഇത്തരത്തിൽ പിൻ ചിന്തയില്ലാതെ ഇത്തരത്തിൽ വ്യാജ വീഡിയോകൾ ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുക, നയങ്ങൾ രൂപീകരിക്കുക, പ്രഖ്യാപിക്കുക, അദ്ദേഹത്തിൻ്റെ നികുതി പ്രഖ്യാപനങ്ങളടക്കം അത്ഭുതത്തോടെ കൗതുകത്തോടെയാണ് ഇപ്പോൾ ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതം അമേരിക്ക അനുഭവിക്കുന്നുമുണ്ട്. ചില പ്രഖ്യാപിച്ച നികുതി ഘടനകളിൽ നിന്നും അദ്ദേഹത്തിന് പിന്നോക്കം പോയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ട്രംപ് എന്താണ് ചിന്തിച്ചു കൂട്ടുന്നതെന്ന് ആളുകൾക്ക് പിടികിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുള്ള, ഏറ്റവും വലിയ സൈനിക ശേഷിയുള്ള രാഷ്ട്രത്തിൻ്റെ തലവൻ എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മനോനില തെറ്റി കാണിക്കുന്ന ഇത്തരം ചെയ്തികൾ, അതിൻ്റെ അനന്തരഫലം അല്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മളെല്ലാവരും അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്.